ഹായ് ഓൾ, വെൽക്കം ടു സേവ് ഔ. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോം ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനാണ് ഇങ്ങനെ ഒരുപാട് ആളുകളെയൊക്കെ കാണുമ്പോൾ. നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വെൽക്കം സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലയിൽ വരും. ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയും നമ്മളോട് ചെയ്യാൻ. അന്നേരമൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമുക്ക് ചിലപ്പോൾ പറയണം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ, ആളുകൾ എന്താ വിചാരിക്കുക, ഒരുപാട് ആളുകളെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. നമ്മൾ പറയാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഒക്കെ മനസ്സിലിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒക്കെ പോവും. നമുക്ക് ഒന്നും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കില്ല. പറയാൻ വിചാരിച്ചതൊക്കെ നമ്മൾ മറന്നു പോകും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. ബട്ട് ഈ ഒരു പേടി കാരണം, അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ കാരണം നമ്മളെല്ലാവരും ഒഴിഞ്ഞു മാറും ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ നമുക്ക് വരുമ്പോൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമുക്കൊക്കെ ലീഡർ ആവാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ലീഡറായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് പ്രസംഗിക്കേണ്ടി വരും. അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടിയൊക്കെ വരും. ഇപ്പോൾ എല്ലാവർക്കും പൊതുവേ ആ ഒരു കാരണം കൊണ്ട് എല്ലാവരും ഇന്ന് മെല്ലെ ഒഴിഞ്ഞു മാറും. അതേപോലെയാണ് ഇപ്പോൾ കോളേജിലായാലും ശരി, ഇങ്ങനത്തെ എല്ലായിടത്തും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ പറയണം എന്നൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്ക് പറ്റില്ല, നമുക്ക് ടെൻഷനാണ്, ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നും നടക്കില്ല. അങ്ങനത്തെ അവസ്ഥയായിരിക്കും നമുക്ക്. ഇപ്പോൾ ഓഫീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം പല പ്രസൻറ്റേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ടെൻഷനാണ്. നമ്മൾ ഒരുപാട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്കത് വേണ്ട പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം വേണ്ടേ? നമ്മൾ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒക്കെ പേടിച്ച് നമ്മൾ ഉള്ളിൽ ടെൻഷനൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ആഗ്രഹം. അതിയായ ആഗ്രഹം വേണം. നമുക്കിങ്ങനെ സംസാരിക്കണം, പബ്ലിക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്രയ്ക്കും ആഗ്രഹം ഉണ്ടായിരിക്കണം. ആ ആഗ്രഹം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ തോന്നുള്ളൂ. നമുക്കത് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അത് മാറ്റിയെടുക്കാനും പറ്റും എല്ലാവർക്കും. രണ്ടാമതുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്ക് സംസാരിക്കണം, പെർഫോം ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ആളുകൾ എന്ത് കരുതും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടില്ലേ എന്നൊക്കെ ഉള്ളിൽ ചിന്ത ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ചിന്ത ഒന്ന് മാറ്റി വെക്കുക. എന്ത് ചെയ്യാനോ ഞാൻ റെഡിയാണ്. എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്, എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെ മുന്നിലും ഇപ്പം ഒന്ന് പരാജയപ്പെട്ടാലും അതൊന്നും കാര്യമാക്കേണ്ടതില്ല. നമ്മൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മടിച്ച് നിൽക്കരുത്. നമ്മൾ ആ ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ടെൻഷൻ, ആ പേടി, അത് ആദ്യം നമ്മൾ മാറ്റി വെക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ചെയ്തു നോക്കണം, നമ്മളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോഴേ അതിന് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താനുള്ള, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇങ്ങനെ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നന്നാവാം, ചിലപ്പം ചീത്തതായി പോവാം. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളുടെയൊക്കെ ഫേസിലൊക്കെ നമുക്ക് ആ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ അതൊക്കെ നമുക്ക് ചിലപ്പം തോന്നും. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ നോക്കിയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതുപോലും ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത്. അവർ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ അത് അങ്ങനെ ശരിയായില്ല ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതിന് പോലും ധൈര്യമുള്ളവരായിരിക്കില്ല മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളൊരു കാര്യമാക്കണ്ട. നിങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റിക്കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ നീന്തി തന്നെ പഠിക്കണം, അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഡ്രൈവിംഗ് ആയാലും നമ്മൾ ഓടിച്ചു നോക്കണം, അല്ലാതെ നമുക്ക് വല്ല ബുക്സ് വായിച്ചോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടോ നമുക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു കാര്യം. നമ്മളത് ചെയ്തു നോക്കണം. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ അത് ചെയ്തു നോക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകൾ, സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവർ വീട്ടിലിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക, അല്ലേ? ആരും ഉണ്ടാവില്ല, നമുക്ക് എന്തും ചെയ്യാൻ വീട്ടിൽ നിന്ന്. അപ്പം വീട്ടിലിരുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്യണമെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുക. അല്ലെങ്കിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രസംഗിക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവരെന്തെങ്കിലും ടോപ്പിക്കൊക്കെ കണ്ടെത്തി
അതിനെക്കുറിച്ച് ഒന്ന് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ച് നോക്കുക, അല്ലെങ്കിൽ മിററിൽ നോക്കിയിട്ടോ അങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഫോൾട്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എവിടേക്കാണ് എന്തൊക്കെയാണ് കുഴപ്പമുള്ള പ്രശ്നങ്ങളെല്ലാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെൻഷനും ഈ പേടിയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകും. അപ്പം എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുന്നത്. ഇപ്പോൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സെൻറ്റേഴ്സ്, ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ ഫ്രീ ആയിട്ടുള്ള കുറേ ക്ലബ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ ഒരു ടെൻഷനും അവരെന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പ്രാക്ടീസ്ഡ് ആയിരിക്കും. അപ്പോൾ മുൻപ് നിങ്ങൾ പറയാൻ മടിച്ചിരുന്ന കാര്യം, ഈ ഒരു ധൈര്യക്കുറവ് കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റാതിരുന്ന കാര്യം പിന്നീട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കഴിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക, ഇങ്ങനെ ഒക്കെ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അങ്ങനെയായിരിക്കുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ നല്ലൊരു അംഗീകാരം കിട്ടും നമുക്ക്. അപ്പം ആളുകളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും. നമുക്കറിയുന്ന കാര്യങ്ങൾ ലോകത്തോട് പറയാം എന്നുള്ള കാര്യം അവിടെ നടക്കും. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ടാലൻ്റ് ഉള്ളവരൊന്നും ആയിരിക്കില്ല. അതായത് ഇപ്പം സിംഗറോ ഡാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ഇതൊന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയാൽ സൊസൈറ്റി തന്നെ നമുക്ക് നല്ലൊരു വാല്യൂ തരും. ഈ ഒരു കഴിവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കഴിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അതേപോലെ എന്ത് കാര്യം ചെയ്യാനും നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. സോ ഇതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല ആഗ്രഹം വേണം. അതേപോലെ ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റിയെടുക്കുക. പിന്നീട് സെൽഫ് പ്രാക്ടീസ് അത് നിങ്ങൾ ചെയ്യുക. പിന്നീട് റിയൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫ് ആകെ മാറും. നിങ്ങൾക്ക് പിന്നെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പം എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവിടേക്ക് ചെന്ന് പറയും ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറയാം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.